തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കായംകുളം പുതിയിട മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. 12-ാം തീയതി വരെയാണ് യജ്ഞം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കായംകുളം പുതിയിട മേജർ ശ്രീകൃഷ്ണസ്വാമി മഹാക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. ജൂൺ 12 വരെയാണ് യജ്ഞം നടക്കുന്നത്. യജ്ഞത്തിന്റെ ഭദ്രദീപ പ്രതിഷ്ഠ ക്ഷേത്രം തന്ത്രി തറയിൽ കുഴിക്കാട്ടില്ലത്ത് അഗ്നിശർമ്മൻ നാരായണൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് നിർവഹിച്ചു. ഹരിപ്പാട് കാർത്തികേയ ആശ്രമത്തിലെ സ്വാമി ഭൂമാനന്ദ തീർത്ഥപാദരാണ് യജ്ഞാചാര്യൻ. ഇതിനോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകൾ നടന്നു. ഹരിനാമ കീർത്തനം, ഗണപതി ഹോമം, ഭദ്രദീപ പ്രതിഷ്ഠ, ആചാര്യവരണം, ഗ്രന്ഥ നമസ്കാരം, വരാഹ അവതാരം, ഭാഗവത കഥാഖ്യാനം, അന്നദാനം, ഭാഗവത പാരായണം, ലളിത സഹസ്രനാമ ജപം, സമൂഹ പ്രാർത്ഥന, ദീപാരാധന എന്നിവയായിരുന്നു പ്രധാന ചടങ്ങുകൾ. ക്ഷേത്രമേൽശാന്തി സുരേഷ് നമ്പൂതിരി, ശാന്തി ബിജു, യജ്ഞ ഹോതാവ് കണ്ടല്ലൂർ ബിജു നാരായണ ശർമ്മ തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു. എല്ലാവർക്കും നമസ്കാരം. സപ്താഹം എന്ന് പറയുന്നത് ഏതൊരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഭക്തി വർദ്ധിപ്പിക്കാനുള്ളൊരു ഉപാധിയാണ്. എന്നാൽ പുതിയടത്ത് സങ്കേതത്തിൽ അതിനൊരു പ്രത്യേകത ഉണ്ടാവുന്നത് മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളെപ്പറ്റി വിശദമായിട്ട് വിശദീകരിക്കുന്ന ഭക്തർക്ക് പരിചയപ്പെടുത്തുന്ന ഈ സപ്താഹത്തിൻ്റെ ഏറിയ പങ്കും കൃഷ്ണൻ്റെ ലീലകളും കൃഷ്ണനെ സംബന്ധിച്ചുള്ള ഭജനങ്ങളുമാണ് ഉള്ളതെന്ന് നമുക്കൊക്കെ അറിയാം. ആ കൃഷ്ണനാണ് ഈ മതക്കകത്ത് ഓടിക്കളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് കേൾക്കുന്നതും പറയുന്നതും അനുഭവിക്കുന്നതുമൊക്കെ ഈ ദേവൻ്റെ നാമജപമായിട്ടും ദേവൻ്റെ ഭജനമായിട്ടും തന്നെയാണ് അതിൻ്റെ അനുഭവം വരിക. കേവലമായ ഒരു ഭക്തിവർദ്ധ ഉപാധി മാത്രമല്ല പുതിയിടം സങ്കേതത്തിൽ സപ്താഹം എന്നുള്ളത്. ഇവിടെയുള്ളവർക്കത് അറിയാം. എങ്കിലും അത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുകയാണ്. കാരണം ഇവിടെ നാമജപത്തിന് തുല്യമായിട്ടുള്ള ആ അനുഭൂതിയും അനുഗ്രഹവും ദേവൻ തരുന്നത് ഈ സപ്താഹ ശ്രവണത്തിലൂടെയാണ്. അദ്ദേഹത്തെ ഭജിക്കുകയാണ് ഇവിടെ ഈ സങ്കേതത്തിൽ നമ്മൾ സപ്താഹത്തിലൂടെ ചെയ്യുന്നത്. അത് മനസ്സിലാക്കി അതിൽ പങ്കെടുത്ത് ആ ദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. പുതിയിടം ശ്രീകൃഷ്ണസ്വാമി മഹാക്ഷേത്രത്തിലെ 18ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ജൂൺ 6 തുടങ്ങി ജൂൺ 12 സമാപിക്കുകയാണ്. ഈ ഉപദേശസമിതിയുടെ നേതൃത്വത്തിലും ഭക്തജനങ്ങളുടെ നേതൃത്വത്തിലും ഭക്തജനങ്ങളുടെ മുഖ്യ പങ്കാളിത്തത്തോടുകൂടി നടത്തുന്ന ഈ സപ്താഹയജ്ഞത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണമെന്ന് ഉപദേശസമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. ഓം തത്സത് പരമാത്മനേ നമഃ. കായംകുളം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന് ആദരണീയനായിരിക്കുന്ന ക്ഷേത്രതന്ത്രി അദ്ദേഹം ഭദ്രദീപം പ്രതിഷ്ഠിച്ച് ഈ മുഹൂർത്തം മുതൽ ആരംഭം കുറിക്കുകയാണ്. പരമാത്മാവിൻ്റെ ചരിത്രങ്ങൾ കേട്ട് അന്ധകരണം ശുദ്ധി വരുത്തി പരമാത്മതത്വത്തെ അറിയാനുള്ള ജിജ്ഞാസ ഉണ്ടായി. തദ്വാര മോക്ഷപ്രാപ്തിക്ക് ഉതകുന്ന മാർഗത്തെയാണ് ഭാഗവതം ഉപദേശം ചെയ്തു തരുന്നത്. എല്ലാ സജ്ജനങ്ങളിലും ഭഗവാന്റെ ചരിത്രങ്ങൾ കേൾക്കുന്നതിൽ ആത്മാർത്ഥമായ ശ്രദ്ധ ഉണ്ടാകുമാറാകണമേ എന്ന പ്രാർത്ഥനയോടെ ഈ യജ്ഞത്തിന് ആരംഭം കുറിക്കുകയാണ്. ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ജെ ആശാകുമാരി, സബ് ഗ്രൂപ്പ് ഓഫീസർ ദിലീപ് കുമാർ, ക്ഷേത്ര ഉപദേശ സമിതി ഭാരവാഹികളായ PS ബേബി, പ്രമോദ് കുമാർ TR, അനിരാജ് KK തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.